നിലമ്പൂർ സീറ്റ് BDJS-ന് നൽകിയിരിക്കുന്നു BJP. മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും BDJS ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. പ്രസാദ് കാളിദാസ് വിവരങ്ങൾ നൽകുന്നു. എന്താണ് BDJS-ന്റെ തീരുമാനം? ഈ ഒരു വിവരമനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് NDA സ്ഥാനാർത്ഥിയായി BDJS മത്സരിക്കും, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്കായി BDJS ആയിരിക്കും മുന്നോട്ട് നീങ്ങുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. BDJS എന്തായാലും മത്സരത്തിന് തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP ഈ ഒരു മത്സര രംഗത്ത് നിന്നും ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. BJP-ക്ക് അവിടെ വലിയ രീതിയിൽ സ്ഥാനമില്ല എന്നുള്ള തരത്തിലായിരുന്നു അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിൽ നിന്ന് പോലും അത് പരോക്ഷമായി വ്യക്തമായിരുന്നു. കാരണം അനാവശ്യ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ നിന്നും തന്നെ വ്യക്തമാണ് BJP-ക്ക് ഈ ഒരു സീറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ BJP-ക്ക് കാര്യമായ ഒരു കണ്ണില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് അത്തരത്തിൽ ഘടകകക്ഷികളിലേക്ക് സീറ്റ് മാറും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അല്പസമയം മുമ്പ്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് തന്നെ നമ്മൾ അത്തരത്തിൽ തന്നെയായിരുന്നു അനുമാനിച്ചിരുന്നത്. കാരണം BDJS-നോ ഇത് BJP മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് BDJS-നായിരിക്കും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു നമ്മളും അനുമാനിച്ചിരുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ BDJS-ന്റെ സാന്നിധ്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2016-ൽ BDJS ആണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. BDJS-ന്റെ ഗിരീഷ് മേക്കാട്ടാണ് അന്ന് മത്സരിച്ചത്. കഴിഞ്ഞ തവണ BJP ആണ് മത്സരിച്ചത്. അതിന് മുമ്പത്തെ തവണ 2011-ൽ BJP ആണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട് BDJS BJP മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NDA മുന്നണിയുടെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് അതിനിർണായകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ 2 തവണ, പ്രധാനമായും കഴിഞ്ഞ തവണ 2021-ൽ BJP മത്സരിച്ചപ്പോഴും 2016-ൽ BDJS മത്സരിച്ചപ്പോഴും NDA മുന്നണിക്ക് ഏറ്റവും ഉയർന്ന വോട്ട് ലഭിച്ചത് 2016-ലാണ്. അതായത് BDJS മത്സരിച്ചപ്പോഴാണ്. BDJS-ന്റെ ഗിരീഷ് മേക്കാട്ട് 2016-ൽ മത്സരിച്ചപ്പോൾ അന്ന് 12,000-ലധികം വോട്ടുകൾ നേടാനാണ് BDJS-ന് സാധിച്ചത്. എന്നാൽ അത് പിന്നീട് 2021-ലേക്ക് വരുമ്പോൾ സാധാരണയുള്ള കേരളത്തിൽ NDA മുന്നണി സാധാരണ നിലയിൽ ഉയർത്താറുള്ള ഒരു വോട്ട് വർധനയൊന്നും 2021-ലേക്ക് എത്തിയപ്പോൾ വന്നിട്ടില്ല. അതേസമയം അത് കുറയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ 2021-ൽ BJP-യുടെ TK അശോക് കുമാർ മത്സരിച്ചപ്പോൾ 8,000-ലധികം വോട്ട് മാത്രമേ അന്ന് BJP-ക്ക് നേടാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ BDJS-നെ മത്സരിപ്പിക്കുന്നതിലൂടെ ഈ ഒരു മത്സര രംഗത്ത് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ് NDA മുന്നണി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2016-ൽ ഉണ്ടായ, അല്ലെങ്കിൽ 2016-ൽ BDJS-ന് ലഭിച്ച 12,000-ലധികം വോട്ടായിരിക്കില്ല ഇത്തവണ. അതിൽ കൂടുതൽ ഉണ്ടാകും, കൂടുതൽ ലഭിക്കും എന്നുള്ളൊരു അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ NDA മുന്നണി BDJS-നെ നിലമ്പൂരിൽ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, പ്രസാദ് കാളിദാസനാണ്. BJP തങ്ങളുടെ സീറ്റ് BDJS-ന് നൽകുകയും NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് BDJS-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.